ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ ആണ്. നമ്മൾ കുറേ നാളായല്ലേ മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് നമുക്കിപ്പോൾ വെറുതെ ക്യാഷ്വലായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ നോർമലി ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. ഇത് തന്നെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ മേക്കപ്പിൽ കാണിക്കുന്ന ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നീറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാൻ ഈ ഇത്തരം സാധനങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ നോർമലി എപ്പോഴും ചെയ്യാറുള്ള ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ കൂടുതൽ ഞാൻ അധികം അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഒരു എവറിഡേ മേക്കപ്പ് ലുക്കായിട്ട് നമുക്കിത് ചെയ്യാം. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു നീറ്റ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് മേക്കപ്പ് ചെയ്താലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നിന് ഭയങ്കര നല്ല ഒരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നമുക്ക് ഒരു ദിവസം ഫുൾ നമ്മളിപ്പോൾ രാവിലെ ഇടുകയാണെങ്കിൽ ആ ഒരു ഫുൾ ഡേ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നല്ല ഹൈഡ്രേഷൻ തരും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പാക്കേജാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും ഇത് തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ ഇരിക്കും. ഇത് നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ജസ്റ്റ് കൈകളിലും ഒക്കെ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകമായിട്ടൊരു ബോഡി ലോഷൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, കാരണം നല്ലതാണ്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഡേ ടൈമിലാണ് പുറത്ത് പോകുന്നത്, വെയിലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ UV ഡോഗ്സിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് ഒരു സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീനാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൺസ്ക്രീന് വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ് ഈ സൺസ്ക്രീൻ. നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. കണ്ടില്ലേ, നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു സൺസ്ക്രീൻ കൂടെയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓറഞ്ച് കറക്റ്ററാണ്. LA ഗേളിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസോ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മേലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം കൺസീലർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ചിലപ്പോൾ കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് കവർ ആവത്തില്ല. കുറച്ചൊരു എന്താ പറയുക, ഒരു ഗ്രേ പോലെ ഇങ്ങനെ ഫേസിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് എടുത്ത് അറിയും. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ. ഒരുപാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓറഞ്ച് കളറിൽ ഇങ്ങനെ എടുത്ത് കാണും. അപ്പോൾ വളരെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ വളരെ കുറച്ചായിട്ട് കണ്ണിൻ്റെ ഈ ഒരു പോർഷൻ, എനിക്കിവിടെയാണ് ഡാർക്ക്നെസ് ഉള്ളത്, അപ്പം ഞാൻ അവിടെ കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ മേലെയും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഇത്ര ഇടുന്നുള്ളൂ. ഇനി ഇതൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഉടനെ തന്നെ കൺസീലർ ഇപ്പോൾ ഇടണ്ട. നമുക്ക് ജസ്റ്റ് ആ സമയം കൊണ്ട് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓറഞ്ച് കറക്റ്റർ ഒന്ന് സെറ്റാവും. അതിനുശേഷം നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ഷേപ്പായിട്ടിരിക്കുകയാണ്. ഇനി വളരെ ചെറുതായിട്ടൊന്ന്, എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല ഡാർക്ക് ഐബ്രോസാണ്. അപ്പം എങ്കിൽ പോലും ജസ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, വളരെ ലൈറ്റായിട്ട് കേട്ടോ. വലുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഓക്കെ, ഇത്ര ചെയ്യുന്നുള്ളൂ. കാരണം അത്യാവശ്യം ഐബ്രോസ് നന്നായിട്ട് ഇരിക്കുകയാണ്. ഒരു കാര്യം മറന്നു കേട്ടോ, മോയ്സ്ചറൈസർ ഇട്ടിട്ട് ലിപ് ബാം ഇട്ട് കൊടുക്കാൻ മറക്കല്ല്. ഇത് ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലിപ്സ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. നെക്സ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സെയിം എല ഗേളിൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഫോണാണ്. എൻ്റെ ഷെയ്ഡ് ഫോണാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺസീലറാണ്. എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺസീലറും നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കുക. ഒരുപാട് കൂടിപ്പോകാനും പാടില്ല. അപ്പോൾ ഈ കണ്ണിൻ്റെ താഴെയും അതുപോലെ നോസിൻ്റെ ഇവിടെയും പിന്നെ മുഖത്തിന് ചുറ്റും ഡാർക്ക്നെസ് ഉള്ളിടത്തും ഡാർക്ക് സ്പോട്ട്സിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്രയും പോർഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ ഈ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പം നമ്മൾ ഓറഞ്ച് കറക്റ്ററും കൺസീലറും വെച്ചിട്ട് ഡാർക്ക്നെസ് ഒക്കെ കറക്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ മാമ എർത്തിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഇനി ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൻറ്റഡായിട്ടുള്ള ലൂസ് പൗഡറായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ മേബിലിൻ്റെയൊക്കെ പോലെ എന്താ പറയുക, കോമ്പാക്ട് പൗഡറല്ല, ലൂസ് പൗഡർ. അപ്പോൾ അത് കുറച്ചുകൂടെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല അതിനൊരു ടിൻറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് സെലക്ട് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒരു വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ എന്ന് പറയും. അപ്പോൾ ഈ സാധനം നമുക്ക് ആദ്യം ജസ്റ്റ് നമ്മൾ ഈ കൺസീലറൊക്കെ ഇട്ടില്ലേ അവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തതൊക്കെ അങ്ങോട്ട് സെറ്റായിട്ടിരിക്കും. അതുപോലെ നമുക്ക് കുറേ ഭയങ്കര ഓയിലി ആവുന്ന പോർഷനിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം ഫേസിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും എന്താണ്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഓയിലി ആവാറുണ്ട്, നോസ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ടീ സോണിലായിട്ടാണ് ഞാൻ കൂടുതലും എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്, മുഖത്തിന് ചുറ്റുമൊക്കെ. ഇനി ഫേസ് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കുറച്ചുകൂടെ വലിയൊരു ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതല്ല കുറച്ച് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഓയിലി ആയിട്ടിരിക്കുക ഇഷ്ടമുള്ളവർക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഗ്ലോ പോലെ ഇരിക്കും. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഫേസ് ഫുള്ള് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ. ഇതിൻ്റെ ഷെയ്ഡ് 06 റെഡ് സാങ്ക്രിയ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ ചെയ്തിട്ടുണ്ട്. അതിലിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ലിപ് ബാം ഇട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഐ ഷാഡോ ആയിട്ട് വേണമെങ്കിൽ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കൈ വെച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അത്രയും സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പോവാം. കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ണെഴുതാം. ഇനി കണ്ണെഴുതിയില്ലെന്നുണ്ടെങ്കിൽ ഒരു മസ്കാര ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും കണ്ണെഴുതുകയാണ്, എനിക്ക് കണ്ണെഴുതുന്ന ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഈ ഒരു കാജലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാജൽ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. എനിക്ക് ലാക്മേ ഇഷ്ടമാണ്. ഷുഗറിൻ്റെ ഒരു കാജലുണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷുഗർ കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കും, ഡാർക്ക് ബ്ലാക്കാണ്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ കണ്ണ് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഇത് എത്ര ഡാർക്ക് അല്ലെങ്കിലും ഇതും എനിക്ക് ഇഷ്ടമാണ്. കുറേ ലോങ് ലാസ്റ്റിക്കാണ്, അങ്ങനെ സ്മജ് ആവത്തൊന്നുമില്ല. അപ്പോൾ ഇത് എഴുതി കൊടുക്കാം. ഇപ്പോൾ വാട്ടർ ലൈനിൽ മാത്രമായിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ടൊരു മസ്കാര കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മേബിലിൻ്റെ കൊളോസൽ മസ്കാര. അപ്പോൾ നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ല വോളിമൈസിങ് ആയിട്ടിരിക്കാനും ജസ്റ്റ് കണ്ണ് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ടിരിക്കാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മസ്കാര കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പൊട്ടുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കമ്മൽ, ബാക്കിയുള്ള ആക്സസറീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഹെയർ സ്റ്റൈലൂടെ കാണാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സൈഡിൽ നിന്നും പകുതി പോർഷൻ മാത്രം ഹെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്യുക. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. ഇപ്പോൾ പിൻ ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ക്രോസ് ആയിട്ട് പിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇപ്പോൾ ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ലോങ് ഹെയർ ഉള്ളവർക്കും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പും സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും. അപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ചെയ്യാറുള്ളൊരു മേക്കപ്പ് ഇതാണ്. മാക്സിമം ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിൽ കൂടുതൽ മേക്കപ്പ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു നീറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മേക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐ ഷാഡോ യൂസ് ചെയ്യാം, ബ്ലഷ് യൂസ് ചെയ്യാം, കോണ്ടൂർ യൂസ് ചെയ്യാം, ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു നീറ്റ് മേക്കപ്പ് ചെയ്യാൻ ഇതൊക്കെ മതി. പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ണാടി നോക്കി മേക്കപ്പൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ റൂമിലെ ലൈറ്റിൻ്റെ ഒരു ഇതിൽ നമുക്ക് അറിയത്തില്ല നമ്മൾ എത്ര മേക്കപ്പ് സാധനങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഇത് എടുത്ത് കാണിക്കുന്ന എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കണ്ണാടി നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. പുറത്ത് സൺലൈറ്റിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഈ മുഖത്തിട്ട മേക്കപ്പൊക്കെ ഇങ്ങനെ എടുത്തറിയും. അത് ഇഷ്ടമുള്ളവരുണ്ടാവാം. എനിക്കതത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മേക്കപ്പ് ഇങ്ങനെ മുഖത്തിങ്ങനെ ഇട്ടിട്ടുണ്ട് എന്ന് എടുത്തറിയുന്ന അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലൊരു മേക്കപ്പാണ്, ഭയങ്കര നീറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.